നാളെയാണ് ഡിസംബർ 25. നാളെയാണ് ക്രിസ്മസ്. നാളെയാണ് ഞങ്ങളുടെ വിവാഹം. എന്റെ മ്യൂസിക് ട്രൂപ്പിലേക്ക് ഞാൻ അനിതയെ കൂട്ടിക്കൊണ്ടുപോയി. അവർ അനിതയോട് ഒരു ഗാനം പാടാൻ ആവശ്യപ്പെട്ടു. പ്ലീസ് വിനു. ഓക്കേ. എന്നെ നിനക്കിഷ്ടമാണ്. വിനു, പക്ഷേ നിന്റെ അച്ഛന്റെ ഈ ടൈം ടേബിൾ ചികിത്സയുണ്ടല്ലോ, ബെല്ലടിച്ച് 3 നേരം മരുന്ന് കൊടുക്കുകയും ഒച്ചവെക്കുന്നതിനെ പിടിച്ചുകൊണ്ടുപോയി കറന്നെടുപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മകള് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയത് കൊണ്ട് ഭ്രാന്തായി പോയവനെയും 10 ലക്ഷം ലോട്ടറി അടിച്ചു എന്ന് കേട്ട് അന്തം വിട്ട് വട്ടായി പോയവനെയും ഒരേ ചാർട്ട് വെച്ചല്ല ചികിത്സിക്കേണ്ടത്. ബിനുവിനെ കുറിച്ച് സാവിത്രിക്കുട്ടിക്ക് എന്താ മനസ്സിലായത്? ഇറ്റ്സ് എ ട്രാജിക് കേസ്. കഷ്ടമാണ്. യെസ്. ഒന്നുകിൽ കഴിഞ്ഞതൊന്നും അവന് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരടവാണിത്. പക്ഷേ അവൻ അങ്ങനൊരു കള്ളനാവാൻ പറ്റില്ല. പിന്നെ മനസ്സിന്റെ കാര്യമല്ലേ, ചില പെരും കള്ളന്മാരുണ്ട്, ഒരു പിടിയും തരില്ല. അപ്പൊ നമ്മളെന്താ വേണ്ടത്? ഒരല്പ പോലീസ് കളിക്കുക. എനിവേ, ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഇന്ന് പുതിയ പാട്ടുകളൊന്നുമില്ലേ? എന്താ? എന്നെ ഒന്ന് പുറത്തോണ്ടു. അയ്യോ, അച്ഛനറിഞ്ഞാൽ. ഈ മുറ്റം വരെ കൊണ്ടുപോയാൽ ഞാൻ നല്ല പാട്ട് പാടാം. സാവിത്രി പറയാൻ എടുത്തിരുന്നോളാം. എത്ര നാളായി ആകാശം കണ്ടിട്ട്? ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. ഓടിപ്പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിനുവിന് ഇപ്പൊ കൊച്ചുകുട്ടികളുടെ മനസ്സാ. കാര്യം പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായില്ലെന്ന് വരും.
പക്ഷെ സ്നേഹം കൊണ്ടും ശാസനം കൊണ്ടും അനുസരിപ്പിക്കാവുന്നതേ ഉള്ളൂ. ആന്റണിയും മറ്റും കൂടെ കൂട്ടിയാലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓടിപ്പോവാനാണെങ്കിൽ ഇതിന് മുമ്പേ ആവാറുന്നില്ലേ? എനിക്കറിഞ്ഞൂടെ എന്റെ വിനുവിനെ. അച്ഛൻ അറിഞ്ഞാൽ? അറിഞ്ഞാലെന്താ, എനിക്കല്ലേ ചാർജ്. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ? എന്തിനാ കുട്ടികൾ സംശയിക്കുന്നത്? എനിക്കൊന്നും ശീലമില്ലാത്തോണ്ടാ. അനുഭവങ്ങളിൽ നിന്നാണ് ശീലങ്ങൾ ഉണ്ടാകുന്നത്. സോ ഫസ്റ്റ് യു പ്ലേ വിത്ത് ദ ഗെയിം, ദെൻ യു ഡിസൈഡ് ഹൗ ടു പ്ലേ ദ ഗെയിം. മിനു, നമുക്ക് പുറത്തു പോവാം. എന്റെ ഉടുപ്പൊക്കെ ബാഗിന്റെ അകത്തിരിക്കാൻ ഒന്ന് എടുത്തു തരുമോ? വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു, നീഹാരം തോന്നുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി കൂട്ടി നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ, വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. സുമതടങ്ങൾ പോകി മരന്തകണങ്ങൾ ഒഴുക്കി മനസ്സിൽ കുറിച്ചു തരുന്നു നിൻ സംഗീതം, കൂട്ടി നിന്നും മേട്ടി വന്ന പൈങ്കിളിയല്ലേ, വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ.
ആകാശം താഴുന്നു നീഹാരം തോന്നുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും നേട്ടി വന്ന പൈങ്കിളിയല്ലേ വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. തലയ്ക്ക് സ്ഥിരമില്ലാത്തൊരു പയ്യൻ, അവൻ എന്തെങ്കിലും അപകടം കാണിച്ച ആരുത്തരം പറയും? ഉണ്ണികൃഷ്ണൻ എന്താ പറയാനുള്ളത്? ചില പേഷ്യൻസിനെ കോമ്പൗണ്ടിന് പുറത്ത് കൊണ്ടുപോകാറുണ്ട്. അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗവുമാണ്. കോമ്പൗണ്ടിന് പുറത്ത് കൊണ്ടുപോകുന്ന പേഷ്യൻസിന്റെ ലിസ്റ്റ് വിനോദിന്റെ പേരുണ്ടോ? ഉണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. പിന്നെ ഇതൊരു സ്പെഷ്യൽ കേസായി കൺസിഡർ ചെയ്തുകൊണ്ട്. അതെങ്ങനെ ഒരു സ്പെഷ്യൽ കേസായി വിതൗട്ട് മൈ നോളജ്? ഓ, സ്വന്തക്കാരനാണല്ലോ അല്ലേ? ഉണ്ണിയങ്കിളല്ല, ഞാനാണ് വിനുവിനെ പുറത്തു കൊണ്ടുപോയത്. ബട്ട് ഹി വാസ് ഇൻ ചാർജ്. അയാൾ സമ്മതിച്ചിട്ടില്ല നീ കൊണ്ടുപോയത്. അല്ല, കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിച്ചു. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിച്ചോ? എന്നിട്ട് എത്ര വലിയ തെറ്റാ നീ ചെയ്തതെന്നറിയാം? ഐ ഡോണ്ട് വാണ്ട് എനി ഇറസ്പോൺസിബിൾ സ്റ്റാഫ് ഇൻ മൈ ഹോസ്പിറ്റൽ. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ യു ആർ നോട്ട് സപ്പോസ് ടു സ്റ്റെപ്പ് ഇൻ ടു ദിസ് ഹോസ്പിറ്റൽ. ഡോക്ടർ, നോ കമന്റ്സ്. ഷീ ഈസ് അണ്ടർ സസ്പെൻഷൻ. അതെ, ചുവന്ന വെള്ളം ഒരിടത്തും കിട്ടിയില്ല. പിന്നെ വളയുള്ള കടയിൽ ചെന്നപ്പോ കൈ കാശില്ല. പിന്നെ എടുത്തോണ്ട് ഓടി. വരൂ. പോലീസ് വന്നാലേ ഞാൻ അവിടെ ഇല്ലെന്ന് പറയണേ.
ഒരു ദിവസം പറഞ്ഞു. അതെന്താ പോക്കറ്റിലിട്ടത്? അപ്പൂപ്പന് കൊടുക്കാൻ. ഓ, ഇനി വിനുന് എന്താ തരേണ്ടത്? വിനുന് അച്ചാർ ഇഷ്ടമാണോ? വേണ്ട. വേണ്ടാന്ന് പറഞ്ഞു. കൊള്ളാം. ചോറ് വേണം. ചോറ്. ഇത് എന്തച്ചാറാണെന്ന് വിനു മനസ്സിലായോ? എന്തച്ചാറാ? മാങ്ങ. മിടുക്കൻ. വിനു, പണ്ട് തെക്കേപ്പറമ്പിലെ രാമച്ചേട്ടന്റെ മാവേന്ന് ഉണ്ണിയേട്ടൻ മാങ്ങ എറിഞ്ഞിട്ട് എന്നത് വിനു ഓർമ്മയുണ്ടോ? ഒരു വിഷുവിൻ്റെ അന്ന് ചുറ്റുപാടും പടപടാന്ന് പടക്കങ്ങൾ പൊട്ടുമ്പോ കോരത്തുകാവിലെ ആറാട്ടിന് ആനവാല വേണമെന്ന് പറഞ്ഞ് വിനു കരഞ്ഞപ്പോ മനക്കിലെ ഗണേശന്റെ വാലിന്ന് ഉണ്ണിയേട്ടൻ ആനവാല കടിച്ചു പറിച്ചത് ഓർമ്മയുണ്ടോ? സാമ്പാർ കുറച്ച് ഒഴിക്കട്ടെ. എന്താ വിനു? ഡോക്ടറെ, ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടന്റെ നാട് എവിടാ? ഉണ്ണിയേട്ടന്റെ വീട് എവിടാ? ഉണ്ണിയേട്ടന്റെ നാട് എവിടാ? എന്താ കേട്ടു? വേണം. ഞാൻ പോയി കിടക്കാൻ പോവാ. ഒരു ഷർട്ട് കൊടുത്ത. എന്തിനാ? ആ നമ്പൂതിരി ഇല്ലേ നീതി കലവറ, അയക്ക് കൊടുക്കാൻ. ഇല്ല. അപ്പൂപ്പൻ ഒന്നുണ്ടോ? ഗുഡ് നൈറ്റ്. കോൺഫറൻസ് ഒരാഴ്ചത്തേക്കുണ്ടാവും. 18th ഹരി എത്തുന്നത്. ഡൽഹിയിൽ നിന്ന് ബോംബെയിൽ വന്ന് അവനെയും കൂട്ടിക്കൊണ്ടേ ഞാൻ വരൂ. മിക്കവാറും 19th അല്ലെങ്കിൽ 20th. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ സാവിത്രിക്ക് അറിയാമല്ലോ അല്ലേ? അറിയാം. പിന്നൊരു കാര്യം, ഞാൻ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ച് താൻ ഇതുങ്ങളെയൊക്കെ മാടിനെ മാതിരി അഴിച്ചുവിട്ട് മൂളിപ്പാട്ടും പാടി നടക്കരുത്. ആവശ്യത്തിൽ കവിഞ്ഞ സ്നേഹം കാണിച്ചാൽ അവർ പിന്നെ ആരെയും വകവെക്കാതാവും. ഡോക്ടറെ പേടിയുണ്ടെങ്കിലേ രോഗികൾ അനുസരിക്കാൻ ശീലിക്കൂ. പറഞ്ഞോ, മനസ്സിലായില്ലേ? വരട്ടെ. വാ മോളെ. ആ ഡോക്ടർ എവിടെ പോവാ? ബോംബെ, ഡൽഹി. ഇനി തിരിച്ചു വരും. ഇനി അയാൾ വന്നാൽ തല എറിഞ്ഞു പൊട്ടിക്കും. ദൈവം അയാൾ ചത്തുവാണേ. അങ്ങനൊന്നും പറയരുത്. പോയി കിടന്നു. ചിന്തന്റെ എഴുത്ത് വന്നില്ല അല്ലേ ഏട്ടാ? ഇല്ല, 2 ആഴ്ചയായി. എക്സാമിനേഷൻ ടൈം അല്ലേ? ഒരു കാര്യം ചെയ്യാം, നാളെയും കൂടെ നോക്കാം. വന്നില്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം അങ്ങോട്ട് കാച്ചാം.